കാലിനുകുട്ടുണ്ടാക്കി ഇന്നൊരു ബുധനാഴ്ച. പൊതുവേ ഞങ്ങൾ സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ അപ്പോൾ പൈസ ചെലവാകും എന്ന് പരക്കെ പുരുഷന്മാർക്ക് ഒരു പറച്ചിലുണ്ട്. ഈ അഭിപ്രായം മാറ്റി പറയിപ്പിക്കാമെന്ന് കരുതി കുഞ്ഞുപുണ്ണിൽ ഒരു ബുക്ക് വാങ്ങിക്കണം. കിച്ചൺ ടവല് നേരെ മുള്ളറിലേക്ക് വിട്ടാലോ? കയറി ചെല്ലുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെയാ കാണുന്നത്. എങ്ങനെ നോക്കാതിരിക്കും? ഞങ്ങളുടെ വീക്ക്നെസ് അറിയാവുന്ന ഏതോ ഒരുത്തിനാണ് ഇവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാലയും കമ്മലും ഒക്കെ ഇഷ്ടപ്പെട്ടു. 2 പ്രാവശ്യം വട്ടത്തിൽ കറക്കി എല്ലാ കമ്മലും മാലയും കണ്ടു. കാണാൻ ചെലവൊന്നുമില്ലല്ലോ. പിന്നെ ഈ ചേച്ചി ഞാനും ഒളിച്ചേ കണ്ടേ കളിച്ചു. നേരെ ചെന്നത് ഹെയർ ക്ലിപ്പിന്റെ മുൻപിൽ. കാണാത്ത പോലെ നടക്കാം. നൂലുകൾ എന്ത് ഭംഗിയായിട്ടാണല്ലേ അടുക്കി വെച്ചിരിക്കുന്നത്. വാ, നമുക്ക് ഇവിടുന്ന് പോകാം. ഷാമ്പു, ടോയ്ലറ്റ് ക്ലീനർ, വാഷിംഗ് ലിക്വിഡ് ഇതിനോടൊന്നും താല്പര്യമില്ലാത്തോണ്ട് ഓടിച്ചിട്ട് കണ്ടു. നല്ല മണം പോപ്കോണിന്റെ. മനസ്സ് 2 വഞ്ചി കാല് വെച്ചതുപോലെ. വാളംപുളി പോലത്തെ പോപ്കോൺ കണ്ടപ്പോഴാണ് എടുക്കാൻ തോന്നിയില്ല. ശ്രദ്ധ മാറ്റാൻ പാവ എടുത്തു. മധുരം ഇഷ്ടമല്ലാത്തോണ്ട് ചോക്ലേറ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കി. അടുക്കി വെച്ചിരിക്കുന്ന കുപ്പികൾ കണ്ട. ഇവറ്റകളെ കാണാൻ തന്നെ എന്താ ഐശ്വര്യം. ആവശ്യമുള്ളത് മാത്രമേ വാങ്ങാവൂ. ഓർമ്മ വേണം. കുടുംബമായി നിൽക്കുന്ന പാവ മുതൽ തള്ളയും മക്കളുമായി നിൽക്കുന്ന പാവ വരെ കണ്ടു. പൂരത്തിന് വരുന്ന പാവയിൽ മാത്രം ഒതുങ്ങിയിരുന്നു ഞങ്ങളുടെ പാവ കളക്ഷൻ. അതും കിട്ടിയാൽ കിട്ടി. അതുകൊണ്ട് എന്താണെന്നറിയില്ല, ഇവിടെ എത്തുമ്പോൾ കുഞ്ഞുപെണ്ണിന്റെ പേരും പറഞ്ഞ് ഞാനും വാങ്ങും. ഇന്ന് കുഞ്ഞുപെണ്ണില്ലാത്തോണ്ട് അവളുടെ പേരും പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റില്ല. എല്ലാരും ഇരിക്കുമ്പോൾ ഇവൾ മാത്രം എന്താ കിടക്കുന്നേ? കള്ളി എടുത്തപ്പോൾ അതിന്റെ ചിരി കണ്ട. നീ അവിടെ തന്നെ കിടക്ക്. എന്റെ അതേ വൈബിനൊത്ത് പോകുന്ന ഒരാളെ കണ്ടോ? അവളെ പോലെ തന്നെ എനിക്കും കൺഫ്യൂഷനാണ് ഏതെടുക്കുമെന്ന്. തലയോടിന്റെ കപ്പും എഴുതിനും കണ്ടപ്പോൾ മാത്രമേ വാങ്ങാൻ തോന്നാതിരുന്നുള്ളൂ. സാത്താൻ സേവരുടെ ആണെന്നും കരുതി ഒരു കുരിശും വരച്ച് ഞാൻ നടന്ന് വണ്ടികളുടെ ലോകത്തേക്ക്. കൺകുളിർക്ക കണ്ട് കൊച്ചിന്റെ ബുക്കും കണ്ടുപിടിച്ച. പിന്നെ കിച്ചൺ ടവലും എടുത്ത് നേരെ ബില്ലിങ്ങിലേക്ക്. കുറെ നേരമായി ഇതിനകത്ത് കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. 13 യൂറോ 33 സെന്റേ ആയുള്ളൂ. ബസ് കാത്തു നിന്നത് ബേക്കറിയുടെ മുന്നിൽ. സാധാരണ പുറത്തിറങ്ങി അപ്പോൾ വിശക്കും, അതാ പതിവ്. വേഗം ബസ് വരണേ എന്ന് ആഗ്രഹിച്ചു ബസ്സിൽ കയറി വീട്ടിലെത്തി. കെട്ടിയോന്റെ അഭിപ്രായം മാറ്റി പറയിപ്പിക്കാൻ പോയ എനിക്ക് ലെറ്റർ ബോക്സിന്റെ ഉള്ളിലും വീട്ടിലുമായി ഓൺലൈനിൽ ഞാൻ വാങ്ങിയ പാക്കറ്റുകൾ. വീട്ടിൽ കയറിയപ്പോ കെട്ടിയോന്റെ ശബ്ദത്തിന് ചെറിയ വ്യത്യാസം പോലെ. ഇനി വല്ല തൊണ്ടവേദന ഉണ്ടോ എന്തോ. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ട് പിന്നെ വരാം. ചൂസ്.